സ്റ്റുഡൻസ് ഫെഡറേഷൻ അൽഹംദുലില്ലാഹ് പറയത്തക്ക രൂപത്തിലുള്ള ഏതെങ്കിലും ബിൽഡിങ്ങുകളോ കെട്ടിടങ്ങളോ സംഘടനക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ അച്ചടക്കമുള്ള മതബോധമുള്ള മാതാപിതാക്കളെ അനുസരിക്കുന്ന പള്ളിയെ സംബന്ധിച്ച് പരിചയമുള്ള താടി വളർത്തുന്ന മനോഹരമായി തൊപ്പിവെക്കുന്ന ഉത്തമമായ ഉദാത്തമായ ഒരു യുവ സമൂഹത്തെ ഈ ലോകത്തെ ഈ നാട്ടിന് സമർപ്പിക്കാൻ നമ്മുടെ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര്, സഹോദരന്മാര്, കാരണവന്മാര്, നിങ്ങളെ മക്കളെയും കൂടി ഈ പ്രസ്ഥാനത്തിന്റെ അണികളായി മെമ്പർമാരായി നിങ്ങൾ ചേർത്തോ. ഇത് ആലിമീങ്ങളെ ചീത്ത പറയാൻ കൽപ്പിക്കുന്ന പ്രസ്ഥാനമല്ല, പണ്ഡിതന്മാരെ കുറ്റം പറയാൻ കൽപ്പിക്കുന്ന പ്രസ്ഥാനമല്ല, അഹ്ലു ബൈത്തിനെ കുറ്റം പറയാൻ പഠിപ്പിക്കുന്ന പ്രസ്ഥാനമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആസാറുകളെ നിന്ദിക്കാൻ പഠിപ്പിക്കുന്ന പ്രസ്ഥാനമല്ല. അതിനൊക്കെ ആദരിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങളെ മക്കളെ നിങ്ങൾ അണികളായി ചേർത്തോ. അത് നിങ്ങളെ ദുനിയാവിന് നല്ലതാണോ? നിങ്ങൾ ആഖിറത്തിനും അത് നല്ലതാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മരിച്ചാലോ നിങ്ങളെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാനോ ഞാൻ എന്റെ സഹോദരന്മാരോട് ചോദിക്കട്ടെ, ഉമ്മമാരോട് ചോദിക്കട്ടെ, നാം മരിച്ചിട്ടോ ഹസൻ നഗർ പള്ളിയിലോ നമ്മുടെ ജനാസ കൊടന്നു വെച്ചാൽ നമ്മുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ ഇവിടെ എത്ര ആളുകൾ ഉണ്ടാകോ? നമ്മളെ പേരിൽ ദിക്ർ ചൊല്ലാൻ ആളുകൾ ഉണ്ടാകുമോ? സുബ്ഹാനല്ലാഹ്, നാട്ടിലുള്ള കുറച്ച് ആളുകൾ കൂടുമെന്നല്ലാതെ ആരും നമ്മുടെ മയ്യത്ത് അറിയാനില്ല. അതേ സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മക്കൾ ആരെങ്കിലും SSF പ്രവർത്തിക്കുകയാണെങ്കിൽ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മരിച്ച വിവരം കേൾക്കുമ്പോൾ നിങ്ങളെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ ഇവിടെ 10,000-കണക്കിന് സംഘടനയുടെ വക്താക്കളുണ്ട് കേട്ടോ. നിങ്ങളെ പേരിൽ ലക്ഷക്കണക്കിന് ദിക്റുചൊല്ലാൻ ഈ നാട്ടിലെ ചെറുപ്പക്കാരും പുറനാട്ടിലെ ചെറുപ്പക്കാരും തയ്യാറാണ് കേട്ടോ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാര്, പ്രിയപ്പെട്ട സഹോദരന്മാര്, നാമും നമ്മുടെ മക്കള് ഇതിനു വേണ്ടി ചേർക്കേണ്ടതുണ്ടോ? നിങ്ങൾക്കറിയുമോ, എന്റെ ബാപ്പ അല്ലാഹു തആല ഖബർ സന്തോഷമാക്കട്ടെ, കഴിഞ്ഞ 2 വർഷം മുമ്പ് വഫാത്തായി പോയി. ബാപ്പ മരിച്ചത് രാത്രിയാണ്, 9 മണി സമയത്താണ്. അങ്ങനെ രാത്രി മരിച്ചത് കൊണ്ട് ഞങ്ങൾ രാവിലെ മറവ് ചെയ്യാൻ വേണ്ടി കുളിപ്പിക്കാൻ വേണ്ടി എടുക്കുകയാണ്. ആ സമയത്തതാ KCF പ്രവർത്തകന്മാര് എന്നെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ്, രാത്രി സുബ്ഹിയാകുന്നതിനിടയിൽ നിങ്ങളെ ബാപ്പാന്റെ പേരിൽ ഞങ്ങൾ 2 ഖത്മ് ഓതിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്റെ ബാപ്പ ഒരു ആലിമല്ല, ഒരു സയ്യിദല്ല, ഒരു പണ്ഡിതനല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. അതേ സമയത്ത് സുബ്ഹാനല്ലാഹ്, അവിടുന്ന് മരണപ്പെട്ടു പോയപ്പോൾ ബാപ്പ ഖബറിലെത്തുന്നതിന് മുമ്പ് 2 ഖത്മദാ KCF പ്രവർത്തകർ ഓതിക്കഴിഞ്ഞു. പിന്നീട് ഓരോരുത്തരും ഫോൺ വിളിച്ച് പറയാൻ തുടങ്ങി, ഞങ്ങൾ ദിക്ർ സംഘടിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഖത്മ് ഓതിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, മരിച്ചതിന് ശേഷം ഇതുപോലൊരു ഗുണം കിട്ടുന്നത് അതേ ഈ സംഘടനയിലൂടെയാണ് കേട്ടോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്രയെത്ര ചെറുപ്പക്കാരാണ് നന്നായത്, എത്രയെത്ര യുവാക്കളാണ് നന്നായത്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഒരു ചെറിയ കാര്യം പറഞ്ഞു